നമസ്തേ. ഭഗവത്ഗീതയിലെ ഏറ്റവും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ് 2:47. രണ്ടാം അധ്യായത്തിലെ 47-ാം ശ്ലോകം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭുർ മാ തേ സംഗോസ്തു അകർമ്മണി. ഇതാണ് ആ ശ്ലോകം. എന്താണ് ഇതിൻ്റെ അർത്ഥം? കർമ്മണ്യേവ അധികാരസ്തേ, കർമ്മം ചെയ്യാനാണ് നിനക്ക് അധികാരം. മാ ഫലേഷു കഥാചന, ഒരിക്കലും, കഥാചന എന്ന് പറഞ്ഞാൽ ഒരിക്കലും, മാ ഫലേഷു, ഫലങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. എന്താണ് ആ അധികാരം? കർമ്മങ്ങളിലുള്ള അധികാരം നിനക്ക് ഒരിക്കലും ഫലങ്ങളിൽ പാടില്ല. കർമ്മങ്ങളിൽ അധികാരം എന്ന് പറഞ്ഞാൽ ഏത് കർമ്മം എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം നമുക്കാണ്, അതത് വ്യക്തികൾക്കാണ്. പക്ഷേ ഏത് ഫലം എങ്ങനെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് മാത്രമല്ല ഫലം ഉണ്ടാകുന്നത്, അതൊരു ലോക നിയമമാണ്. അതുകൊണ്ട് എൻ്റെ കർമ്മം മൂലം ഇങ്ങനെ സംഭവിച്ചു, അതിൻ്റെ പാപം എനിക്ക് ഏൽക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എനിക്ക് കിട്ടണം, ഇങ്ങനൊന്നും പറയാൻ ഇങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. കാരണം ഈ ഫലം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളല്ല. ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. ഹൈഡ്രജനും ഓക്സിജനും അത് നിശ്ചിത അനുപാതത്തിൽ യോജിപ്പിച്ചാൽ വെള്ളം കിട്ടും. പക്ഷേ ആ യോജിപ്പിക്കുന്നവൻ്റെ കഴിവുകൊണ്ടാണോ വെള്ളം കിട്ടുന്നത്? യോജിപ്പിക്കുക ശരി, അതൊരു നിമിത്തമായിട്ട് അവിടെ ആ ആൾ ചെയ്യുന്നതാണ്. പക്ഷേ ആ അനുപാതത്തിൽ യോജിപ്പിക്കുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമായി തീരുന്നത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സവിശേഷതകൾ കൊണ്ടാണ്, പ്രകൃതിയുള്ള അവയുടെ ഗുണങ്ങൾ കൊണ്ടാണ്. അല്ലെങ്കിൽ അത് ഒരിക്കലും ഓക്സിജൻ ഇല്ല, വെള്ളമായി തീരത്തില്ല. അതുപോലെ നിശ്ചിത ടെമ്പറേച്ചറിൽ നിശ്ചിത പ്രഷറിലൊക്കെ ചെയ്യണം. ഇതെല്ലാം ഈ ഘടകങ്ങളെല്ലാം ഒത്തുവരുമ്പോഴാണ്, ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. അതുകൊണ്ട് യോജിപ്പിച്ച് വെച്ച് എന്ന കർമ്മം ഞാൻ ചെയ്തു, അതുകൊണ്ട് വെള്ളം എനിക്കുള്ളതാണ് എന്നാരും പറയാൻ പാടില്ല. ഈ ലോകത്തുള്ള ഉണ്ടാകുന്ന എല്ലാ ഫലങ്ങളുടെയും കാര്യം ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ട് കർമ്മങ്ങളിൽ നിങ്ങൾക്ക് അധികാരമില്ല. അതുകൊണ്ട് കർമ്മങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ കർമ്മം ചെയ്യുകയും ചെയ്യരുത്. എനിക്ക് ആ ഫലം കിട്ടണം, അല്ലെങ്കിൽ ഫലങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ കർമ്മം ചെയ്യരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചതാണ്. അങ്ങനെ ഫലം ഉദ്ദേശിച്ചായിരിക്കരുത് നിങ്ങളുടെ കർമ്മങ്ങൾ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകും. കിട്ടിയാലോ നിങ്ങൾക്ക് ഭയങ്കര ആനന്ദമാകും. അപ്പം ആനന്ദത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടത്തിൽ നിങ്ങൾ അതിൽ മതിക്കപ്പെടും. അത് നിങ്ങളുടെ മനസ്സമാധാനം ഇല്ലാതാക്കും. അതാണ് ഒരു കാര്യം. പിന്നെ അധികാരം വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടേതല്ല, ഫലം നിങ്ങളുടെ മാത്രമല്ല. അപ്പം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് അവകാശപ്പെടാനും അധികാരമില്ല എന്ന് കരുതി ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഫലം കിട്ടുമോ, ഞാൻ എന്തിനാ വെറുതെ ചെയ്യുന്നത്, എനിക്കൊരു ഗുണവും ഉണ്ടാകത്തില്ലല്ലോ, ഈ രീതിയിൽ ആ കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങാൻ പാടില്ല. കർമ്മം ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു കടമയാണ്. അത് നിർവഹിച്ചിരും. കർമ്മം ചെയ്യാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. തനിക്കെന്ത് കിട്ടുമെന്നുള്ള, മറ്റുള്ളവർ പലരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഓർക്കണം. അപ്പം നമ്മൾക്ക് ചെയ്യാനുള്ള ജോലികൾ, നമ്മൾക്കൊരു കാര്യത്തിൽ ഇടപെട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്തിരിക്കണം, ആത്മാർത്ഥതയോടെ ചെയ്തിരിക്കണം. ഫലം എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഫലം വരട്ടെ, അതിൻ്റെ ഒരു വിഹിതം നമുക്ക് അർഹതപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. അതിൻ്റെ സംശയമില്ല. നമ്മളിന്ന് അനുഭവിക്കുന്നതൊക്കെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമല്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ആലോചിച്ചാൽ അത് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് അധികാരം ചെലുത്താവുന്ന ഒരു കാര്യമുള്ളൂ. ഈ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. എങ്ങനെ ചെയ്യണം ഇത് തീരുമാനിക്കുക. അല്ലാതെ ഈ ലോകത്തുള്ള ഒരു വസ്തുവിലും നമുക്ക് യാതൊരു അധികാരവുമില്ല. നമ്മൾ ഈ ലോകത്ത് പിറന്നു വീഴുന്നു, നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല. അതുപോലെ പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ഇവിടെ ഉള്ളതെല്ലാം എന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വരുമ്പോഴും ഉണ്ട്. നമ്മളതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ കർമ്മങ്ങളിലൂടെ അതിനെ ഉപയോഗപ്പെടുത്തി നമ്മൾ ജീവിക്കുന്നു. അപ്പം നമ്മൾ
ഇത് എല്ലാവർക്കും അവകാശപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉള്ള ഈ വിഭവങ്ങൾ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കൂട്ടി വെച്ച് നമ്മുടെ കൈവശം വെച്ച് അനുഭവിക്കാൻ പാടില്ല. ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുക. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അല്ലാതെ എല്ലാം കൂട്ടിവെച്ച് വലിയ പണക്കാരനായിട്ട് അങ്ങനെയൊന്നും ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. വലിയ പണക്കാരനായാലും ഭക്ഷണം കഴിക്കുന്നത് മറ്റ് ആളുകൾ കഴിക്കുന്ന പോലെ ഈ വയറ് നിറച്ചല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. കിടന്നുറങ്ങുന്നവന് ഒരു 6 അടി നീളവും 2 അടി വീതിയുള്ള ഒരു സ്ഥലം കിട്ടണം. അത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെയാണ് എത്ര വലിയ മോടി പിടിപ്പിച്ചാലും നമുക്ക് കിട്ടാൻ പോകുന്ന അതേ ഉള്ളൂ. നമുക്ക് ആവശ്യം അതേ ഉള്ളൂ. വലിയ കോടികൾ മുടക്കി ഒരു വീടുണ്ടാക്കിയെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സുഖം കിട്ടുമോ? ചിലപ്പോൾ അയാൾ അതിനകത്ത് നിലത്ത് കിടന്നായിരിക്കും ഉറങ്ങുന്നത്. ആ നിലത്ത് കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് അയാളുടെ സുഖം. എന്തിനാണ് വെറുതെ കഷ്ടപ്പെട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? എന്ന് വെച്ചാൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ തനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ആ നിർബന്ധ ബുദ്ധി നിങ്ങൾ കളയുക. അങ്ങനെ ഈ നമ്മളിപ്പം ഒരു കേട്ടിട്ടില്ലേ അഴിമതിയെക്കുറിച്ച്? അതായത് ഈ ഒരു പാലം പണിയുന്നു. അപ്പം പാലം പണിയുമ്പം തനിക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ് ഈ പാലം പണിയിക്കുന്നവൻ്റെ ചിന്തയെങ്കിൽ അവൻ പാല നിർമ്മാണം അവതാളത്തിലാക്കും. പാലം 4 പൊടിഞ്ഞു വീഴും. അവന് കിട്ടുന്ന സ്വത്ത് കൊണ്ട് അവന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? അവൻ പിറ്റേന്ന് മുതൽ കേസും കൂട്ടുമായിട്ട് നടക്കും. അവനും അവൻ്റെ തലമുറയും അതോടുകൂടി നശിക്കും. നമ്മൾ ഇപ്പോഴും കാണാൻ വയ്യ, ഒരാൾ നട്ടല് പൊടിഞ്ഞു പോകുന്ന അസുഖമായിട്ട് വീട്ടിൽ ജാമ്യത്തിൽ കഴിയുന്നു. അയാൾ കോടിക്കണക്കിനുണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് എന്തായി? അയാൾക്ക് സൂഹിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുന്നെല്ലാം കട്ടുമുടിച്ച് വിദേശത്ത് പോയി അവിടെ താമസം ഉറപ്പിച്ച് അവിടെ ജീവിക്കുക എന്നൊക്കെയുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് അയാൾ ചെയ്യുന്നത്. അതായത് അയാൾക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. ആർക്കും സങ്കല്പിക്കാൻ പറ്റത്തില്ല നാളെ ഇന്ന ഫലം വരും, എൻ്റെ ഈ കർമ്മങ്ങൾക്ക് നാളെ ഇന്ന ഫലം വരും, കിട്ടണം, ആ ഫലം കിട്ടണം, ഞാൻ ഇത് കഴിഞ്ഞാൽ എനിക്ക് 50 ലക്ഷം കിട്ടണം എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ കർമ്മം താൻ ചെയ്യാനുള്ള കർമ്മം ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അതിൻ്റെ ഫലം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വരണം, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടത്തില്ലെങ്കിൽ ഞാനത് ചെയ്യത്തില്ല എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ഈ ശ്ലോകത്തിലെ ഈ താല്പര്യം ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ 1ഉം 2ഉം മന്ത്രങ്ങളുടെ ഒരു അഡാപ്റ്റേഷനാണ്. അതിൽ നിന്ന് സ്വീകരിച്ചതാണ്, എൻ്റെ ആശയം അതിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഈശാവാസ്യം പറയുന്നതെന്ന് പറഞ്ഞ് ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാ ഗൃധ കസ്യസിദ്ധനം. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ ആവാസസ്ഥാനമാണ്. അതായത് ഇവിടെ എല്ലാം ഈശ്വരൻ വ്യാപിച്ച് നിൽക്കുകയാണ്, നിങ്ങളുടെ അല്ല ഇതൊന്നും. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവൻ ഈശ്വരൻ്റെ വകയാണ്. ഈശ്വരനാണ് അതിൽ ഉറപ്പിച്ചിരിക്കുന്നത്, ഈശ്വരൻ അതിൽ വ്യാപിച്ചു നിൽക്കുന്നു. തേന തെക്തേന ഭുഞ്ചീത. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം എടുത്ത് കൈവശം വെച്ച് ഭുജിക്കാമെന്ന് വിചാരിക്കരുത്, അനുഭവിക്കാമെന്ന് വിചാരിക്കരുത്. അതവിടെ കിടക്കട്ടെ, ത്യജിക്കുക. അത് അവിടെ തന്നെ വെച്ചേര്. നിനക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്ക്. മറ്റുള്ളവരുടെ ധനം നീ കൈവശപ്പെടുത്താൻ പാടില്ല. ഇതാണ് ഒരു ഉപദേശം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്താണ് ആളുകൾ ഇവിടെ 100 വർഷം ജീവിക്കാമെന്ന് ആഗ്രഹിച്ചത്. കുർവന്നേവേഹ കർമാണി ജിജീവിഷേത് ശതം സമാഹ ഏവം ത്വയി. നിന്നിലും നീയും അതുപോലെ തന്നെ ഇവിടെ 100 വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും എല്ലാം കർമ്മം ചെയ്തു തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. നീയും നിനക്കും അത് തന്നെയാണ് ഗതി. അല്ലാതെ നിനക്ക് ഇതിൽ നിന്നൊരു മോചനമൊന്നുമില്ല. നീ ജീവിക്കുന്നെങ്കിൽ കർമ്മം ചെയ്ത് ജീവിക്കണം. ഇത് കർമ്മം നിന്നെ കളങ്കപ്പെടുത്തുമെന്ന് നീ വിചാരിക്കണ്ട. കളങ്കപ്പെടുത്തല്ല. മാ കർമ്മ ന കർമ്മ ലിപ്യതേ നരന്മാരിൽ ഈ കർമ്മം അത് കളങ്കപ്പെടുത്തത്തില്ല. നരന്മാരെ കളങ്കപ്പെടുത്തത്തില്ല. എങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. തെക്തേന ഭുഞ്ചീത. അവനവൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ടല്ല ഭുജിക്കേണ്ടത്, അതവിടെ കിടക്കട്ടെ. നീ അത് എടുത്ത് നിനക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു കഴിഞ്ഞാൽ, അന്യരുടെ ധനം അപഹരിക്കാതിരുന്നു കഴിഞ്ഞാൽ നീ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നിന്നെ പാപപങ്കിലമാക്കുകയില്ല. ഇതാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്ന ആദ്യത്തെ 1ഉം 2ഉം ശ്ലോകങ്ങൾ. അത് ഈ സന്ദർഭത്തിനനുസരിച്ച് വ്യാസൻ ഇതിനകത്ത് അവതരിപ്പിക്കുകയാണ്. ഇത്
നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ ദുർവ്യാഖ്യാനക്കാർ ഇതിനെ അവതരിപ്പിക്കുന്നത് പറയുന്നത്, നീ കർമ്മം ചെയ്തു, പക്ഷേ അതായത് നീ ജോലി ചെയ്തു, കൂലി ചോദിക്കരുത്. ഇതാണ് അവരുടെ ദുർവ്യാഖ്യാനം. അങ്ങനെ കൂലി എന്ന് പറയുന്നതിൽ ഈ കർമ്മത്തിൻ്റെ ഫലമാണോ കൂലി? ഒരു വാഴ നട്ട് വാഴക്കൃഷിക്ക് വേണ്ടി നമ്മൾ ഒരു കൂലിക്കാരനെ നിർത്തുന്നു. വാഴക്കൃഷി ചെയ്ത് ആ കൂലിക്കാരന് കൊടുക്കുന്ന കൂലിയാണോ അതിൻ്റെ ഫലം? വാഴക്കൃഷിയുടെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പഴമാണ്, കുലയുണ്ടാകുന്നതാണ്. കുലയുണ്ടാകുമ്പോഴാണ് അതിന് ഫലമാകുന്നത്. ആ ഫലം ആർക്ക് അവകാശപ്പെട്ടാണ്? ഈ ഉടമസ്ഥന് മാത്രം അവകാശപ്പെട്ടതാണോ? അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ ഇതിന് അവകാശികളായ കൂലിക്കാർക്ക് കൂലിയായിട്ട് നേരത്തെ കൊടുത്തു കഴിഞ്ഞു. അയാൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അത് അയാൾ നിറവേറ്റുന്നു. അതുപോലെ ഈ ഭൂമിക്കും അവകാശപ്പെട്ടതാണ്. ഭൂമിയല്ലേ വാഴയെ സംരക്ഷിച്ച് കുല തരുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? വെള്ളമായിട്ടും വളമായിട്ടും എല്ലാം മണ്ണിനെ പുഷ്ടിപ്പെടുത്തുന്നു, അതിന് തക്കവണ്ണം തയ്യാറാക്കുന്നു. അപ്പോൾ അങ്ങോട്ടും നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഈ പിന്നെ ഇടയ്ക്ക് പ്രകൃതി ശക്തികളും അനുഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ് വന്ന് വാഴയെല്ലാം ഒടിഞ്ഞു പോയെടുക്കും. അപ്പോൾ ഇതെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എല്ലാ കർമ്മഫലങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് മാത്രമായിട്ട്, ഇതിനകത്ത് നിമിത്തമായി വന്ന് എന്തെങ്കിലും ഒരു പണി ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമായിട്ട് കർമ്മഫലങ്ങളൊന്നും അവകാശപ്പെട്ടതല്ല. അങ്ങനെ അവകാശപ്പെട്ടതല്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ കൃത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്താൽ അത് ഫലം എങ്ങനെയോ വരട്ടെ എന്നുള്ള മനോഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാപവും ബാധിക്കത്തില്ല. അതായത് നമുക്ക് മനസ്സുഖമത്തോടുകൂടി കഴിയാം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ കൃത്യമായിട്ടുള്ള താല്പര്യം. നന്ദി, നമസ്കാരം.